ഫ്രണ്ട്സ് ഓരോരുത്തരും രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെയും പല പല കാര്യങ്ങളും ചെയ്യുന്നു. അത് നമ്മുടെ ഹെൽത്ത്, വെൽത്ത്, കരിയർ ഇങ്ങനെ പലതുമായും റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, പല ആളുകളും ദിവസം മുഴുവനും ചെയ്യുന്ന പല കാര്യങ്ങളും, കഴിക്കുന്നത്, കുടിക്കുന്നത്, പല്ല് തേക്കുന്നത് പോലും തെറ്റായ രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങളുടെ ഹെൽത്തും വെൽത്തും ടൈമും എല്ലാം വേസ്റ്റ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ 10 കാര്യങ്ങൾ, എല്ലാവരും പൊതുവെ തെറ്റി ചെയ്യുന്ന 10 കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്പർ 10, ഹെയർ വാഷിംഗ്. ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാവർക്കും നമ്മുടെ തലമുടി എന്ന് പറയുന്നത് പ്രകൃതിയാ കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മുടെ തലമുടിയെ കഴുകുന്നിടത്ത് ചെയ്യുന്ന മിസ്റ്റേക്ക്. കൂടുതലും ആളുകൾ ചെയ്യുന്നത് മിക്ക ദിവസവും ഷാംപൂ അതുപോലെയുള്ള എന്തെങ്കിലും കെമിക്കൽസ് തലയിൽ തേക്കുന്നു എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് നമ്മളുടെ തലമുടിയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള ഓയിൽസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഓയിൽസ് നമ്മൾ നിരന്തരം ഷാംപൂ, സോപ്പ് ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമ്മുടെ മുടി വളരെയധികം കേടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആഴ്ചയിൽ 2 മാക്സിമം 3 തവണ അല്ലാതെ നമ്മൾ ഒരിക്കലും തലമുടിയിൽ എന്നും ഷാംപൂ ഉപയോഗിക്കരുത്. ഇത് നമ്മൾ ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്കാണ്. സാധാരണ ദിവസങ്ങളിൽ നമ്മുടെ തലമുടി വെറും വെള്ളത്തിലാണ് കഴുകേണ്ടത്. എന്നും ഷാംപൂ ഉപയോഗിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ നിർത്തിക്കോളൂ. നമ്പർ 9, ടേൺ ഓഫ് അലാം ആൻഡ് ഗോ ബാക്ക് ടു സ്ലീപ്പ്. ഫ്രണ്ട്സ്, ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾക്ക് ഓവറായിട്ടുള്ള അഡിക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവർ സ്ലീപ്പിംഗ്, ഓവർ ഈറ്റിംഗ്, ഇതെല്ലാം നമ്മളെ വളരെയധികം തളർത്തുന്ന ശീലങ്ങളാണ്. ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാവിലെ ഉണരുന്ന സമയത്തുള്ള നമ്മളുടെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ശീലം. അതായത് നമ്മൾ ആവശ്യത്തിലധികം ഉറങ്ങുന്നത് വളരെ വലിയ ഒരു കേടുപാടുണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയുമോ? രാവിലെ അലാം ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങുന്ന ശീലം നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട്? നിങ്ങളത് കമന്റ് ബോക്സിൽ പറയൂ. രാവിലെ നേരത്തെ എണീക്കണം എന്ന് വിചാരിക്കുകയും അതിനനുസരിച്ചിട്ട് അലാം സെറ്റ് ചെയ്യുകയും ചെയ്യും. ഈ കാര്യം പലരും ചെയ്യാറുണ്ട്. എന്നാൽ അങ്ങനെ അലാറം സെറ്റ് ചെയ്ത് വെക്കുന്നതിൽ കുറച്ചുപേർ മാത്രമേ രാവിലെ അലാറം അടിക്കുന്ന സമയത്ത് എഴുന്നേൽക്കാറുള്ളൂ എന്നുള്ളതാണ് സത്യം. അലാം ഒറ്റ തവണ അടിക്കുമ്പോൾ തന്നെ എണീക്കുന്ന എത്ര പേരുണ്ട്? ആ കാര്യവും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ. കൂടുതൽ ആളുകൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അലാറം അടിക്കുന്ന സമയത്ത് അതിനെ വീണ്ടും വീണ്ടും സ്നൂസ് ചെയ്തിട്ട് ഇനി ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പ്രശ്നം. ഇങ്ങനെ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ വീണ്ടും കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ എനർജി ലെവൽ ഡൗൺ ആകും. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വീണ്ടും നിങ്ങൾ അലാം ഓഫ് ചെയ്ത് കിടക്കുന്നതിലൂടെ നിങ്ങളുടെ സമയം പോകുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ എനർജി ലെവലും കുറയുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾ ഒരു തവണ തന്നെ അലാം അടിക്കുമ്പോൾ ഉണരുന്നൊരു ശീലം ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ നിങ്ങൾക്ക് രാവിലെ എണീക്കണം എന്നുണ്ടെങ്കിൽ, അലാറം അടിക്കുമ്പോഴേക്കും എണീക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ രാവിലെ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. ഒരു ബേണിംഗ് ഡിസയർ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ നിലവിലുള്ള ജോലിയിൽ നിന്ന് 250% ശമ്പള വർധനവ് അല്ലെങ്കിൽ 42 LPA പാക്കേജ്, നിങ്ങൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കും? നിങ്ങളത് കേട്ടിട്ട് ഞെട്ടണ്ട. പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇത് നിങ്ങൾക്ക് നേടാനാകും. ഈ ഓഫറുകൾ അൺഅക്കാഡമിക് കാൻഡിഡേറ്റുകൾക്ക് റീലെവലിലൂടെ ലഭിച്ചു. വാസ്തവത്തിൽ റീലെവൽ ഇത്തരത്തിലുള്ള 1400-ലധികം ഓഫറുകൾ നൽകിയിട്ടുണ്ട്. പെപ്സിക്കോ, സ്വിഗ്ഗി, സിയോമി തുടങ്ങിയ മുൻനിര കമ്പനികളിൽ നിങ്ങൾക്ക് ഒരു സൗജന്യ ടെസ്റ്റിലൂടെ ജോലി നേടാനാകുന്ന പ്ലാറ്റ്ഫോമാണ് റീലെവൽ. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോഡിംഗ്, ടെക്, സെയിൽസ്, HR തുടങ്ങിയ 10 ഡൊമൈനുകളിൽ നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങൾക്ക് നേടാൻ കഴിയും. നിങ്ങളുടെ മറ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള അപ്സ്കില്ലിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമാണ്. കാരണം ഓരോ റീലെവൽ കോഴ്സിനും 14 ദിവസത്തെ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി ഉണ്ട്. സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി എന്നാൽ ഈ കോഴ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്കിത് അനുയോജ്യമല്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ, വേണ്ടത്ര ഒരു സ്റ്റഡി എക്സ്പീരിയൻസ് കിട്ടുന്നില്ല എങ്കിൽ 14 ദിവസത്തിനുള്ളിൽ കോഴ്സിൽ നിന്ന് പിൻവലിയാം. നിങ്ങൾക്ക് പൂർണ്ണമായും റീഫണ്ട് ലഭിക്കും. ഈ റീലെവൽ കോഴ്സുകൾ മൊബൈലിലും ആക്സസ് ചെയ്യാൻ കഴിയും. അതായത് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ റീലെവലിന്റെ കോഴ്സ് വായിക്കാൻ കഴിയും. എവിടെ ഇരുന്നാലും ലൈവ് ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസിന്റെ ഒരു വലിയ ലൈബ്രറി, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റ്യൻസ്, റെക്കോർഡ് ചെയ്ത ക്ലാസുകൾ, ഇങ്ങനെ പലതും നിങ്ങൾക്ക് കിട്ടുന്നു. ഇതിനകം 8000-ലധികം ഉദ്യോഗാർത്ഥികളാണ് റീലെവൽ കോഴ്സുകളിൽ ചേരുകയും മികച്ച വരുമാനം ഉണ്ടാക്കുകയും ചെയ്തത്. നിങ്ങൾക്ക് ഇത് ഇനിയും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ നവനീത് റെഡ്ഡിയുടെ കഥ കാണൂ. വളരെ ലളിതമായി ജീവിച്ചിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അവർക്ക്. നവനീതിന്റെ അച്ഛൻ ഒരു കർഷകനാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് വന്നത്. പക്ഷെ അവന്റെ സ്വപ്നങ്ങൾ വളരെ വലുതായിരുന്നു. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. ഇന്ന് അദ്ദേഹം റീലെവൽ വഴി മോയിൻഗേജിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ ജോലി ഏറ്റെടുത്തു. കൂടാതെ ഇന്ത്യൻ ക്രോണിക്കൽ ന്യൂസ് പേപ്പറിൽ ഇടം നേടുകയും ചെയ്തു. ഇതുപോലൊരു ട്വിസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചേക്കാം. നിങ്ങളുടെ ഡ്രീം ജോബ് സ്വന്തമാക്കുവാനുള്ള ഏറ്റവും മികച്ചൊരു അവസരമാണിത്. ഒറ്റ ക്ലിക്ക് അകലെയാണ് നിങ്ങളുടെ ഡ്രീം ജോബ് കിടക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും ലിങ്ക് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീലെവലിൽ ക്ലിക്ക് ചെയ്ത് പരിശോധിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞേക്കാം. കം ബാക്ക് ടു ദ വീഡിയോ. നമ്പർ 8, ടു മച്ച് യൂസ് ഓഫ് സോപ്പ്. ഫ്രണ്ട്സ്, ഒരുപാട് പേര് ചെയ്യുന്ന ഒരു തെറ്റാണിത്. അവർ കുളിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഒരുപാട് സോപ്പ് ഉപയോഗിക്കുന്നു.
ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? അവരുടെ ശരീരത്തിലെ സ്കിൻ ഉള്ളിൽ നിന്ന് തന്നെ ഡ്രൈ ആകാൻ തുടങ്ങുന്നു, ബോഡിയിൽ റാഷസ് ഉണ്ടാകാൻ തുടങ്ങുന്നു. ഈ ചെയ്യുന്ന ഒരു ശീലം വളരെ വലിയൊരു തെറ്റാണ്. അളവിൽ കൂടുതൽ സോപ്പ് ദിവസവും ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് വളരെ വലിയ കേടുപാടുണ്ടാക്കുന്ന കാര്യമാണ്. വാസ്തവത്തിൽ ഒരു കാര്യവും അളവിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ സോപ്പ് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ സ്കിന്നിന് വളരെ കേടുപാടുണ്ടാക്കും നമ്മൾ അമിതമായി ഉപയോഗിച്ചാൽ. സോപ്പായാലും ശരി, ബോഡി ലോഷൻ ആയാലും ശരി, അങ്ങനെയുള്ള എന്ത് സാധനങ്ങളായാലും ശരി, എക്സസ് യൂസേജ് എന്ന് പറയുന്നത് എപ്പോഴും അത് ഡാമേജിങ്ങിന് കാരണമാകും. ഇത് ഓർമ്മ വെച്ചോളൂ. നമ്പർ 7, ഇൻഅപ്രോപ്രിയേറ്റ് വേ ഓഫ് ബ്രീത്തിങ്. ഫ്രണ്ട്സ്, ഓക്സിജൻ അല്ലെങ്കിൽ പ്രാണവായു ഇത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ജീവനോടെ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ലോ ഓക്സിജൻ ലെവൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോ എനർജി ഉണ്ടാകും, മൂഡ് സ്വിംഗ് ഉണ്ടാകും, ശാരീരികമായ ക്ഷീണങ്ങൾ ഉണ്ടാകും, പല പ്രശ്നങ്ങളും ഇതിലൂടെ ഉണ്ടാകും. എന്നാൽ നിങ്ങൾക്കറിയുമോ, നിങ്ങൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസിന് കാരണമായി മാറാറുണ്ട്. അറിയുമോ അതെങ്ങനെയാണെന്ന്? നിങ്ങൾ ശ്വാസം എടുക്കുന്നിടത്തുള്ള തെറ്റ് കാരണമാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾക്കിത് അറിയുമോ? ഒരുപാട് പേർ തെറ്റായ രീതിയിലാണ് ശ്വസിക്കുന്നത്. അതായത് നിങ്ങൾ ശ്വസിക്കുന്ന സമയത്ത് ശരിക്കും നിങ്ങളുടെ ചെസ്റ്റ് വലുതാവുകയും ചെറുതാവുകയും ചെയ്തുകൊണ്ടിരിക്കണം. അത്രയും ശ്വാസം നിങ്ങൾ ചില സമയത്തെങ്കിലും എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് കിതപ്പുണ്ടാകുന്ന സമയത്ത് അതിനെ അടക്കി പിടിച്ച് വെക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കേണ്ട സമയത്ത് ഡീപ്പ് ബ്രീത്ത് എടുക്കുക തന്നെ വേണം. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലും മറ്റും നിങ്ങൾ ഒരു സ്ഥലത്തിരിക്കുന്ന സമയത്ത് ഒരു നെടുവീർപ്പിടൽ ഉണ്ടാകുന്നില്ലേ? ഈ നെടുവീർപ്പിടൽ നിങ്ങൾ ബോധപൂർവ്വം ഇടയ്ക്കിടെ ചെയ്യേണ്ടതാണ്. സ്വാഭാവികമായി സംഭവിക്കുന്നതിനെ പോലും തടയാൻ പാടില്ല. നമ്മൾ ബോധപൂർവ്വവും ഇതുപോലെ വിശാലമായ ബ്രീത്തിങ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ കൃത്യമായി ഇതുപോലെയുള്ള ബ്രീത്തിങ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ലെവൽ ഇൻക്രീസ് ആവും, നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ടാകും. നമ്പർ 6, യൂസ് ഓഫ് മൊബൈൽ ഫോൺ ബിഫോർ സ്ലീപ്പിംഗ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉറക്കത്തിന്റെ സൈക്കിളിനെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ രാത്രിയിൽ ഫോണിലേക്ക് നോക്കുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന ആ ബ്ലൂ ലൈറ്റ് നിങ്ങളുടെ ചില ഹോർമോണുകളെ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മെലറ്റോണിനെ ബാധിക്കുന്നുണ്ട്. മെലറ്റോണിനെ ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കത്തെ അത് ബാധിക്കും. അത് കാരണത്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി വളരെയധികം മോശമാകും. ഈ ശീലം നിങ്ങൾ ഒരുപാട് കാലം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസോംനിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകാൻ പോലും സാധ്യതയുണ്ട്. അത് കാരണത്താൽ ഉറങ്ങുന്നതിന് മുൻപ് മൊബൈൽ ഉപയോഗിക്കുന്ന ശീലം നിങ്ങൾ പൂർണ്ണമായും നിർത്തേണ്ടതാണ്. അതായത് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ നിങ്ങൾ എന്തെല്ലാം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതിൽ നിന്നും ദൂരെയാകേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഉറക്കം നല്ല രീതിയിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാനും കഴിയൂ, ഉറക്കത്തിന് ക്വാളിറ്റിയും ഉണ്ടാകൂ. നമ്പർ 5, പൊസിഷൻ ഇൻ ടോയ്ലറ്റ്. ഒരു യൂറോപ്യൻ ടോയ്ലറ്റിൽ നിങ്ങൾ ചെയറിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നുകൊണ്ട് ടോയ്ലറ്റ് ചെയ്യുന്നത് വളരെയധികം വിശ്രമം നൽകുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ നമ്മൾ ടോയ്ലറ്റിൽ ഈ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ടോയ്ലറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആമാശയത്തിന് മോശമായിട്ടുള്ള എഫക്റ്റാണ് ഉണ്ടാകുന്നത്. ഈ ഒരു കാരണത്താൽ മാത്രം നമ്മുടെ ആമാശയത്തിനകത്ത് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വയറ് സ്തംഭിക്കുന്നത്, പൈൽസിന്റെ അസുഖം ഉണ്ടാകുന്നത്, ഇതെല്ലാം ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളൊരു 90 ഡിഗ്രി പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ടോയ്ലറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വയറ് പൂർണ്ണമായിട്ടും ക്ലീൻ ആവുന്നില്ല. നമ്മളുടെ വിസർജ്യത്തിന്റെ ഒരു ഭാഗം നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പരമാവധി ഇന്ത്യൻ ടോയ്ലറ്റുകൾ തന്നെ ഉപയോഗിക്കുക. എന്നാൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലുകൾ ഒരു ചെറിയ സ്റ്റൂളിൽ കയറ്റി വെക്കുക. അതായത് നിങ്ങളുടെ ഇരിക്കുന്ന പൊസിഷൻ 90 ഡിഗ്രിയിലായിരിക്കരുത്, ഒരു 45 ഡിഗ്രിയിലേക്ക് നിങ്ങൾ മടങ്ങേണ്ടതാണ്. ഇങ്ങനെ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായിട്ടും വേസ്റ്റുകൾ പോവുകയുള്ളൂ. നമ്പർ 4, more toothpaste. ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുവാൻ പഠിച്ചവരാണ്. എന്നാൽ കൂടുതൽ പേർക്കും ശരിക്കും പല്ല് തേക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് പേര് വിചാരിക്കുന്നത് ടൂത്ത് പേസ്റ്റ് ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ലുകൾ കൂടുതൽ വൃത്തിയാകുമെന്നാണ്. അതുപോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ വേറെയുമുണ്ട്. എന്നാൽ ടൂത്ത് പേസ്റ്റ് കൂടുതൽ ഉപയോഗിച്ചാൽ പല്ലിന് കൂടുതൽ തിളക്കം കിട്ടും എന്നുള്ളതും കൂടുതൽ നേരം പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ല് കൂടുതൽ തിളങ്ങും എന്നുള്ളതും തെറ്റായ കാര്യമാണ്. നിങ്ങൾ കൂടുതൽ നേരം പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ലുകൾക്ക് മഞ്ഞ നിറം കൂടുകയാണ് ചെയ്യുക. കൂടുതൽ ആളുകൾ TV ആഡുകളിൽ എത്രയാണോ ടൂത്ത് പേസ്റ്റ് ബ്രഷിൽ തേക്കുന്നത് കാണുന്നത് അത്രയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ടൂത്ത് പേസ്റ്റിന്റെ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? ഒരു പയറുമണി വലിപ്പത്തിൽ മാത്രമേ ഇത് ഉപയോഗിക്കുക എന്നാണ്. വാസ്തവത്തിൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ പല്ലുകൾക്ക് എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അത് ടൂത്ത് ബ്രഷിന്റെ പ്രവർത്തനം ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൂബ്രിക്കൻസ് പോലെ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അത് ഒരുപാട് ഉപയോഗിച്ചതുകൊണ്ട് നമ്മുടെ പല്ലിന് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല, ദോഷമാണ് ഉണ്ടാകുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ ടൂത്ത് ബ്രഷിന്റെ ബ്രസിൽസ് തട്ടിയിട്ട് നമ്മുടെ മോണകൾക്കൊന്നും കേട് സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടും നമ്മുടെ പല്ലുകളുടെ ഇടയിലുള്ള അഴുക്കുകളൊക്കെ ശരിക്കും റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഈ ബ്രസിലുകൾക്ക് പ്രവർത്തിക്കുവാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അല്ലാതെ ടൂത്ത് പേസ്റ്റിന് നമ്മുടെ പല്ലുകളെ ക്ലീൻ ചെയ്യുന്നതുമായിട്ട് ഡയറക്റ്റ് ഇടപാടൊന്നും തന്നെ ഇല്ല. ഡെന്റിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പയറുമണി വലുപ്പത്തിൽ മാത്രമേ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. അത് ടൂത്ത് പേസ്റ്റിന്റെ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുമുണ്ട്. പക്ഷെ നമ്മൾ പരസ്യങ്ങളിൽ കാണുന്ന അളവിലുള്ള ടൂത്ത് പേസ്റ്റ് ആണ് പൊതുവെ പലരും ഉപയോഗിക്കുന്നത്. ഇത് വളരെ വലിയ മിസ്റ്റേക്കാണ്. ഇത് ഇപ്പോൾ തന്നെ നിർത്തിക്കോളൂ. അതുപോലെ തന്നെ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന മറ്റൊരു വലിയ തെറ്റാണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടോ അല്ലെങ്കിൽ റൊട്ടേഷൻ മോഡിലോ വേണം ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട്. ഒരിക്കലും റൈറ്റ് ലെഫ്റ്റ് പൊസിഷനിൽ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കരുത്. മാത്രമല്ല ഒരുപാട് ശക്തി കൊടുത്തുകൊണ്ട് ഉപയോഗിക്കാനും പാടില്ല. നമ്പർ 3, റോങ് വേ ഓഫ് സ്ലീപ്പിംഗ്. ഈ കാലത്ത് ഉറക്കവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവരും
എല്ലാവർക്കും ഉണ്ട്. നല്ലപോലെ ഉറക്കം കിട്ടുന്നില്ല, ഉറക്കത്തിന്റെ ഇടയിൽ ഡിസ്റ്റർബ് ആകുന്നു, അതുപോലെ തന്നെ ഒരുപാട് വൈകിട്ട് ഉറക്കം വരുന്നുള്ളൂ, രാവിലെ പെട്ടെന്ന് എണീക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി രാവിലെ ഉണർന്നാൽ തന്നെ ഉറക്കം മതിയാകാത്തൊരവസ്ഥ, പകൽ മുഴുവൻ ഉറക്കം തൂങ്ങുന്നൊരവസ്ഥ, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. സയൻസ് പറയുന്നത് ഒരു മനുഷ്യന് 6, 7, 8 മണിക്കൂർ വരെയൊക്കെയാണ് ഉറക്കം വേണ്ടത് എന്നാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിന് വളരെ ആവശ്യമാണ്. എന്നാൽ കൂടുതൽ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഉറക്കത്തിനോട് പോലും പലരും കോംപ്രമൈസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് സ്ലീപ്പിംഗ് പൊസിഷനിലും നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ഉറങ്ങുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് വേണം കിടക്കാൻ. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയ എളുപ്പത്തിലാകും. നമ്പർ 2, ഫ്രണ്ട്സ്, നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും പല തെറ്റുകളും സംഭവിക്കാറുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിൽ എഴുതാൻ വന്നത് ഒരു കാര്യമാണ്, പക്ഷെ നിങ്ങൾ എഴുതുന്നത് വേറൊരു കാര്യമാണ്. ഇങ്ങനെ സംഭവിക്കാറില്ലേ? പിന്നെ അത് വെട്ടിയിട്ട് എഴുതേണ്ടി വരും, തിരുത്തിയിട്ട് എഴുതേണ്ടി വരും, വായിക്കേണ്ടി വരും. ഇങ്ങനെ പല പ്രശ്നങ്ങളും നിങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട്. നിങ്ങൾ എഴുതിയത് മറ്റൊരാൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് പലപ്പോഴും നിങ്ങൾ എഴുതാറുള്ളത്. ഇതിനെന്താണ് പരിഹാരം എന്നോ? ഒരു കാര്യം എഴുതിയിട്ട് നിങ്ങൾ തെറ്റിയെങ്കിൽ കൃത്യമായി തന്നെ വെട്ടിയിട്ട് രണ്ടാമത് എഴുതുക എന്നുള്ളതാണ് ഓപ്ഷൻ. എഴുതിയതിന്റെ മേലെ പോയി വീണ്ടും എഴുതാൻ നിൽക്കരുത്. അതിനേക്കാളും ബെറ്റർ ഓപ്ഷനാണ് എഴുതിയത് തെറ്റിയെങ്കിൽ തെറ്റിയത് വെട്ടിയിട്ട് രണ്ടാമത് എഴുതുക എന്നുള്ളത്. നമ്പർ 1, സിറ്റിംഗ് ഫോർ ലോങ് ടൈം. ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയുമോ ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കാരണം എത്രയധികം പ്രശ്നങ്ങളാണ് മനുഷ്യന് വർദ്ധിക്കുന്നതെന്നോ? കൂടുതൽ ആളുകൾ പകൽ സമയം മുഴുവൻ ഇരുന്നിട്ടുള്ള പണികളാണ് ചെയ്യുന്നത്. ഈ കാരണത്താൽ അവർക്ക് ഇടുപ്പ് വേദന, നടുവേദന, നട്ടല് വേദന, കഴുത്ത് വേദന, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 2 മണിക്കൂറിൽ ഒരിക്കലെങ്കിലും ഇരുന്ന് ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ ഒന്ന് എണീക്കുകയും ഒന്ന് ബോഡി സ്ട്രെച്ചിങ് ചെയ്യുകയും വേണം. ഇതിലൂടെ നിങ്ങൾക്ക് 2 ഗുണമാണ് ഉള്ളത്. ഒന്ന്, നിങ്ങളുടെ എഫിഷ്യൻസി വർദ്ധിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തത്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നത് കുറയും എന്നുള്ളതാണ്. ശരി ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ കണ്ട ഈ വീഡിയോയിൽ എന്തെല്ലാം തെറ്റുകളാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കൂ. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ പറയൂ. ഈ തെറ്റുകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ മുക്തമാകാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ആശംസിച്ചുകൊള്ളുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.